ഹായ് ഡിയർ ഇസ്ലാമിക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് കൂവപ്പൊടിയൊക്കെ വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതാ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് കൂവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, പച്ചവെള്ളമാണ് ഉപയോഗിച്ചത്, നന്നായിട്ട് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്റ്റവ് ഒന്ന് കത്തിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്താക്കാം, കുറുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലൂടെ നമ്മൾ കൂവപ്പൊടി നേരത്തെ കുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലും അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മാംഗോ എസൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മക്കൾസിനൊക്കെ കൂവപ്പൊടിയുടെ ചുവ ഒരു ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. അപ്പോൾ നമ്മൾ ചൂട് കാലത്ത് ഈ റംസാൻ്റെ സമയത്ത് ഈ മൂത്രപ്പൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിതവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ കൂവപ്പൊടി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് എടുത്ത് അതിലോട്ട് കുറച്ച് കസ്കസ് നമ്മൾ പുതിർത്തിയതുണ്ടായിരുന്നു, അത് കുറച്ച് ചേർത്ത് കൊടുത്ത്, പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച നമ്മൾ കൂവപ്പൊടിയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് എല്ലാവരും ചെയ്ത് നോക്കുക. വീട്ടിൽ കൂവപ്പൊടി ഉള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. വെറും 2 ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.